അമേരിക്ക മറ്റു രാജ്യങ്ങളെ വളരാൻ അനുവദിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ തന്നെ LPG ഇറാനിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അവിടുന്ന് ബാംഗ്ലൂർ എത്തുമെന്നൊക്കെ പറയുന്നു. പക്ഷേ നേരത്തെ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവിടുന്ന് വില കുറച്ച് കിട്ടും. നമ്മുടെ രാജ്യത്തിന് വില കുറച്ച് ഏതെങ്കിലും മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കാൻ അമേരിക്ക സമ്മതിക്കില്ല. അവിടെ ഉപരോധം, നിങ്ങൾ അവിടുന്ന് വാങ്ങിക്കരുത്, റഷ്യയിൽ നിന്ന് വാങ്ങിക്കരുത്, അല്ലെങ്കിൽ ബ്രസീലിൽ നിന്ന് വാങ്ങിക്കരുത് എന്നൊക്കെ പറയും. അവർക്ക് അമേരിക്കയായിട്ട് ഇഷ്ടമല്ല. അപ്പം നിങ്ങളെന്ത് ചെയ്യണം, അവിടുന്ന് വാങ്ങിക്കരുത് എന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നമ്മളെ വളരാൻ അനുവദിക്കില്ല, അവർക്ക് മാത്രം വളർന്നാൽ മതി, അവരുടെ അധീനതയിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ നിൽക്കണം എന്നുള്ള ഒരു ചിന്തയും പ്രവർത്തനവുമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന്. ജനങ്ങൾ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ ഇവർക്കെതിരെ വരാൻ വേണ്ടി പലരും പല ബ്രിക്സൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ചെയ്തിട്ടും അമേരിക്കയ്ക്ക് എതിരെ ഒരു ഇതിലേക്ക് എത്താൻ രാജ്യങ്ങൾക്ക് അമേരിക്കനെ പിടിച്ചു കിട്ടാൻ, അവരെ ഒതുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ റഷ്യയും ചൈനയൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെയും അവർക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പോൾ റഷ്യക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. റഷ്യയിൽ നിന്ന് നമുക്ക് പെട്രോൾ വില കുറച്ച് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അമേരിക്ക ഇതിപ്പോൾ വന്ന് പറഞ്ഞല്ലോ മേടിക്കരുത്, പിന്നെ നമ്മൾ പേടിച്ചു. അപ്പോൾ ഇതിൻ്റെതൊക്കെ ഒരു ചില അന്താരാഷ്ട്രീയമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് വേണം അതിന് പറയാനായിട്ട്, അതിനൊക്കെ കാര്യങ്ങൾ പറയാനായിട്ട്. ഇപ്പോൾ ഏതായാലും ഇത് എന്താണ് പണ്ട് നമ്മുടെ ഇപ്പോൾ നേതാക്കന്മാരൊക്കെ, ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, മൻമോഹൻ സിംഗ് വരെയുള്ള ആളുകളൊക്കെ അമേരിക്കയുടെ ഇത്രയും ഒരു അടിമത്തത്തിൽ നിന്നിട്ടില്ല. ഇപ്പം മോദി വരുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോകുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വളരാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പാടിലേക്ക് വരുന്നു. കാരണം നമുക്ക് വലിയ വില കൊടുത്ത് നമ്മൾ സാധനം വാങ്ങിക്കേണ്ടി വരികയാണ്. ഇപ്പോൾ തന്നെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് പല പല കടകൾ, ഹോട്ടലുകളൊക്കെ അടച്ചു തുടങ്ങി. നമുക്ക് ഈ യുദ്ധബന്ധം അത് ശരിക്കും മനസ്സിലാക്കണം. പെട്രോളിന് രാജ്യാന്തര വിപണിയിലൊക്കെ വളരെ വില കുറഞ്ഞപ്പോഴൊന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടിയിട്ടില്ല. അവർക്ക് പെട്രോൾ വില കുറച്ച് കിട്ടിയിട്ടുമില്ല, ഗവൺമെൻറ് കൊടുത്തിട്ടുമില്ല. അത് ജനങ്ങൾക്ക് ഇപ്പോൾ പെട്രോൾ വില കുറയുമ്പോൾ നമ്മൾ പെട്രോൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കുറവ് മാത്രമല്ല, ടോട്ടലി സാധനങ്ങളുടെ ഒക്കെ എത്തിക്കൽ ഒരു സ്ഥലത്ത് നിന്ന് ഓരോ സംസ്ഥാനത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുമ്പോൾ പെട്രോളിന് ഇതുപോലെ ഡീസലിനൊക്കെ വില കൂടുമ്പോൾ അതുപോലെ തന്നെ ആ സാധനങ്ങൾക്ക് വില കൂടുകയാണ്. അത്രയും എമൗണ്ട് ഈ സാധനങ്ങളുടെ ഇതിലേക്ക് വരും. ഈ ചാർജ് ട്രക്കിൻ്റെയും ഇതിൻ്റെയൊക്കെ റേറ്റ് കൂടും, യാത്ര ചിലവ് കൂടുന്നു. അപ്പോൾ എന്തായാലും ഗവൺമെൻറ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് വരുമ്പോഴാണ് ആ ജനങ്ങളുടെ അവിടുത്തെ ജനത സന്തോഷത്തിലാവുന്നത്. അമേരിക്കയിലൊക്കെ അപേക്ഷിച്ച് നമ്മൾ രാജ്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കർഷകരുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ തന്നെ അറിയാം. അമേരിക്കയിലുള്ള ഒരു കർഷകന് കിട്ടുന്ന സബ്സിഡി 55 ലക്ഷം രൂപയാണ് ഇന്ത്യൻ മണി. നമ്മൾക്കത് കിട്ടുന്നുണ്ട്, ആലോചിച്ച് നോക്കൂ. നമുക്ക് തുച്ഛമായ ഒരു 6000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ആ രാജ്യത്തിനെ ഡെവലപ്പ് ചെയ്യാൻ ഗവൺമെൻറ് കർഷകരെ ഡെവലപ്പാക്കി കൊണ്ടുവരണം. എന്നാലാണ് ആ രാജ്യത്തിന് ഉയർച്ച ഉണ്ടാവുള്ളൂ. അവരുടെ സന്തോഷമാണ് രാജ്യത്തിൻ്റെ സന്തോഷം. വ്യവസായം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. 1-2 ആളുകളുടെ അണ്ടറിലാണ് ഇപ്പോൾ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരുടെ അണ്ടറിൽ മാത്രം ഇന്ത്യ നിന്നിട്ട് കാര്യമില്ലല്ലോ. അതെല്ലാ ആളുകൾക്കും സ്പ്രെഡ് ചെയ്യണം, എല്ലാവരിലേക്കും പൈസ. അങ്ങനെ വരുമ്പോഴാണ് ആ രാജ്യം സാമ്പത്തികമായി ഉയർന്ന് എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ, എല്ലാവർക്കും ഉയർച്ച ഉണ്ടാവുള്ളൂ. നമ്മുടെ മക്കളൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉള്ള സംഭവം ഇതാണ്. അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നല്ല ശമ്പളം കിട്ടും. ഇപ്പോൾ അവരുടെ ശമ്പളം അനുസരിച്ച് റേറ്റ് കുറവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് പല സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആണ് രാജ്യത്തിനെ ഡെവലപ്പാക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷി വ്യവസായമൊക്കെ ഉയർത്തി കൊണ്ടുവരണം. പല ആളുകൾക്കും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുമ്പോഴാണ് നല്ലൊരു ഭരണം ഇവിടെ കാഴ്ചവയ്ക്കുന്നു എന്ന് നമ്മൾ അനുഭവിക്കുന്നത്.